അപ്പപ്പോൾ എന്നെ കടന്നാക്രമിക്കുന്ന കറുത്ത പട്ടിയാണ് ഡിപ്രഷൻ എന്ന് എഴുതിയത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പപ്പോൾ കടന്നാക്രമിക്കുന്ന കറുത്ത പട്ടി തന്നെയാണ് ഡിപ്രഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതനുസരിച്ച് ലോകത്തിലെ നമ്പർ 1 ഒക്കുപേഷണൽ ഡിസീസ് ഡിപ്രഷൻ ആയി മാറിയിട്ടുണ്ട്. ഡിപ്രഷൻ എന്ന കറുത്ത പട്ടിയുടെ കടന്നാക്രമണത്തിന് വിധേയനായിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ മാത്രം കടന്നാക്രമിച്ചൊരു കറുത്ത പട്ടിയല്ല ഈ ഡിപ്രഷൻ. ഒരുപാട് പേർ ഒരുപാട് ഇടങ്ങളിൽ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. അക്സെപ്റ്റ് ഇറ്റ്. പിന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഡിപ്രഷൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്ന വിരുന്നുകാരൻ മാത്രമാണ്. വീട്ടുകാരനായിട്ട് ഡിപ്രഷനെ കാണരുത്. ഡിപ്രഷൻ മാറാരോഗമോ തീരശാപമോ അല്ല, അതും കടന്നു പോകും. ഈ ഒരു ബോധ്യത്തോടു കൂടി വേണം ഡിപ്രഷനെ നോക്കിക്കാണാൻ. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ കടുത്ത ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ രസകരമായൊരു വാചകമുണ്ട്. ആരോ ചോദിച്ചു, നിങ്ങളിപ്പോഴും ഡിപ്രസ്ഡ് ആണോ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഐ ആം ഡിപ്രസ്ഡ് ബട്ട് ഐ ആം വർക്കിംഗ് ആൻഡ് ഐ തിങ്ക് ഐ ക്യാൻ ഗോ ഓൺ വർക്കിംഗ്. എന്നിട്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു, സോ ഐ ആം ഡിപ്രസ്ഡ് ആൻഡ് ഐ ആം വർക്കിംഗ്, ഐ ആം പ്രൊഡക്റ്റീവ്, സോ യൂസ്ഫുൾ. ഇപ്പോൾ ഡിപ്രഷൻ വന്നു എന്ന് കരുതി നിങ്ങളെ തന്നെ യൂസ്ലെസ് ആയി കാണേണ്ട ആവശ്യമില്ല. 3 വിശ്വാസങ്ങളിലൂടെ പ്രിയ ചങ്ങാതി ഡിപ്രഷൻ കാലത്ത് നിങ്ങളെ തന്നെ വീണ്ടെടുക്കാനാവും. 1, ദൈവവിശ്വാസം. തളർവാദം പിടിപെട്ട് കിടപ്പിലായിപ്പോയ ഒരു യുവാവ്, അയാൾക്ക് കനത്ത ഡിപ്രഷനിലേക്ക് തെന്നി മാറാവുന്നതാണ്. പക്ഷേ അയാളെപ്പോഴും പുഞ്ചിരിയോടുകൂടി എല്ലാം മാനേജ് ചെയ്ത് കടന്നു പോവുകയാണ്. ഡിപ്രഷൻ്റെ കറുത്ത പട്ടി കുരച്ചുകൊണ്ട് വാതിൽക്ക് നിൽക്കുന്നുണ്ട്, പക്ഷേ അയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂട്ടുകാരൻ അത്ഭുതത്തോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഈ ഒരു അവസ്ഥയെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അയാൾ കിടപ്പിൽ കിടന്നുകൊണ്ട് ഭിത്തിയിലേക്ക് നോക്കി. അവിടെ ഒരു ക്രൂശിത രൂപമുണ്ട്. അത് നോക്കിയിട്ട് അയാൾ പറഞ്ഞൊരു വാചകമുണ്ട്, ആസ് ലോങ് ആസ് ഐ ക്യാൻ ലുക്ക് അറ്റ് ഹിം ഐ ക്യാൻ മാനേജ്. അവനെ നോക്കിക്കിടക്കാൻ സാധിക്കുന്നിടത്തോളം എനിക്ക് എല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ആത്മഹത്യാ മുനമ്പിലേക്ക് എത്തി നിന്ന മെൽ ഗിബ്സൺ ഡിപ്രഷൻ്റെ കറുത്ത രാത്രികൾക്കൊടുവിൽ മരിക്കണമെന്ന് തീരുമാനിച്ചുറച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസമാണ് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരിക. ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് പോലൊരു സിനിമ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഡിപ്രഷൻ മാറ്റുവാനുള്ള ദൈവവിശ്വാസത്തിൻ്റെ ഒരു വഴി പോലെയാണ്. മൈക്കൽ ഫെലിപ്സ്, അദ്ദേഹം നീന്തൽക്കുളത്തിലെ അത്ഭുത താരം എന്നാണ് ആളുകൾ വിളിക്കുക. 23 ഒളിമ്പിക് മെഡലൊക്കെ നേടിയ വ്യക്തിയാണ്. പക്ഷേ ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ അബ്യൂസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നിറം കെടുത്തി. അദ്ദേഹം പിന്നീട് ഡിപ്രഷൻ്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുക, ഐ ലോസ്റ്റ് സെൽഫ് ലവ്, ഐ ലോസ്റ്റ് ഓൾ സെൽഫ് കോൺഫിഡൻസ്, ഐ റീച്ച്ഡ് ദ ലോവസ്റ്റ് പ്ലേസ്. ഷേക്സ്പിയറിൻ്റെ കഥാപാത്രം പറയുന്നത് ഐ ഫെൽ ലോവർ ദാൻ ദ ലോവസ്റ്റ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന മൈക്കൽ ഫിലിപ്സിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ലഭിച്ച ആ ദൈവവിശ്വാസമാണ്. റിക് വാരൻ്റെ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന പുസ്തകം വായിക്കാനിട വന്നു. ആ പുസ്തകത്തിൽ ദൈവം നിന്നെ നിശ്ചിത വഴികളിലൂടെ നടത്തുന്നു, എല്ലാം ക്ഷേമത്തിനായി ഭവിക്കും എന്ന മട്ടിലുള്ള കുറേ ചിന്തകളാണ്. ആ ചിന്ത അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉജ്ജ്വല മുഹൂർത്തത്തെ വിളിച്ചറിയിക്കുന്ന കാറ്റ് പോലെയായി മാറി. ഇരുട്ടുമുറിയിലേക്ക് വെട്ടം വന്നു, അദ്ദേഹം ജീവിതത്തിൽ മാറി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ദൈവവിശ്വാസത്തെ ഇരുട്ട് നേരത്ത് മുറുകെ പിടിക്കുക. അത്യാവശ്യമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കുറ്റാക്കുരുട്ടത്ത് ഒറ്റക്കിരുന്ന് കരയുമ്പോൾ ഒരു വഴികാട്ടി താരകം നൽകുന്ന ആത്മവിശ്വാസവും സൗന്ദര്യവും ചെറുതല്ലല്ലോ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഇരുൾ വഴികളിലൂടെ നടക്കേണ്ടി വരുമ്പോൾ എൻ്റെ ദൈവവിശ്വാസമാണ് എനിക്ക് താരകമായിട്ട് മാറുക. ആസ് ലോങ് ആസ് ഐ ക്യാൻ ലുക്ക് അറ്റ് ജീസസ് ഐ ക്യാൻ മാനേജ് എന്ന് എന്നോട് എത്രയോ വട്ടം ഞാൻ പറഞ്ഞിരിക്കുന്നു.
ജീവിതത്തിൻ്റെ വിഷമഘട്ടങ്ങളിൽ കണ്ണുകളും നടച്ചിരുന്ന് കർത്താവിൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും കുറവുണ്ടാവില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് നിശ്ചല തടാകം പോലെയായി മാറുന്നു. അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വീണ്ടും പുഞ്ചിരി വന്ന് നിറയുന്നു. പഴയതെല്ലാം നീ ഓർക്കേണ്ട, മരുഭൂമിയിൽ ഒരു നീരുറവയും വിജനപാതയിൽ ഞാനൊരു വഴിയും തീർക്കും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കരം പിടിക്കുമ്പോൾ എനിക്ക് ഇരട്ടി കരുത്ത് വരുന്ന ഒരു അനുഭവമാണിത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഇരുൾ നേരത്ത് വെട്ടമായി ദൈവവിശ്വാസത്തെ നെഞ്ചോട് ചേർക്കുക. രണ്ടാമതായിട്ട് ആത്മവിശ്വാസം. ഡിപ്രഷൻ എന്ന കറുത്ത പട്ടി നിങ്ങളെ നിരന്തരം ആക്രമിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. നിങ്ങളെ തന്നെ അങ്ങോട്ട് കൈവിട്ട് കളയുകയാണ്. എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഇറാഷണൽ മൈൻഡ് സംസാരിക്കാൻ തുടങ്ങുന്നു, റാഷണൽ മൈൻഡ് മൗനം ഭജിക്കുന്നു. ഇതാണ് ഡിപ്രഷൻ്റെ വലിയൊരു കാരണം. ഇറാഷണൽ മൈൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നീ ഗുഡ് ഫോർ നത്തിങ്, യു ആർ യൂസ്ലെസ്, യു ആർ എ ലൂസർ. പണ്ടത്തെ ഒരു പാട്ടുണ്ട്, ഐ ആം എ ലൂസർ, ഐ ആം എ ഡാം ലൂസർ ആൻഡ് ഐ ആം സൈൻഡ് ഫോർ ഡൂംസ് ഡേ. ഞാൻ ലൂസറാണ്, ഞാൻ ഭയങ്കര വൃത്തികെട്ട ലൂസറാണ്, അവസാനത്തെ നാശ ദിവസത്തിന് വേണ്ടി കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയരുത്. ആത്മവിശ്വാസം വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഫസ്റ്റ് ടേക്ക് ടൈം ടു ക്ലീൻ യുവർ സെൽഫ് ആൻഡ് യുവർ റൂം. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ക്രമമാണ് അക്രമം എന്ന് പറയുന്നത്. നമ്മളുടെ മുറിയൊക്കെ അക്രമം നിറഞ്ഞ രീതിയിൽ ചിതറി തെറിച്ച് കിടക്കുകയാണ്. അഴുക്ക് നിറഞ്ഞ മുറിയാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഡിപ്രസ്ഡ്. സ്റ്റാർട്ട് ക്ലീനിങ് യുവർ മെസ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുറിയുടെ വൃത്തി നിങ്ങളുടെ അകത്തെ വൃത്തിയായിട്ട് മാറുന്നുണ്ട്. ടേക്ക് എ ബ്രേക്ക് ടു വാക്ക്. ഒന്ന് പുറത്തേക്കൊന്ന് നടക്കുക. നിങ്ങളാകെ ഡിപ്രസ്ഡ് ആകുമ്പോൾ ഒഴിഞ്ഞു മാറി ചടഞ്ഞുകൂടി ഇരുട്ടുമുറിയിൽ ഇരിക്കരുതെൻ്റെ ചങ്ങാതി. ടേക്ക് എ ബ്രേക്ക് ടു വാക്ക്. പ്രകൃതിയുമായിട്ടൊന്ന് സല്ലപിക്കുവാൻ വേണ്ടി പുറത്തേക്കൊന്ന് നടക്കുക. ആ നടത്തത്തിനിടയിൽ 2-3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിങ്ങളുടെ അറ്റൻഷൻ മാറും. 2, നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ പോലുള്ള ഹോർമോണുകൾ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സുന്ദരമായ ഒരു പുഴയൊഴുക്കിൻ്റെ അനുഭവം ഉണ്ടാകും. അടുത്തതായിട്ട്, ടേക്ക് പ്രോപ്പർ എക്സർസൈസ്. നിങ്ങൾ വല്ലാതെ ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനങ്ങാൻ തോന്നില്ല. അനങ്ങാതെ അനങ്ങാപ്പാറ പോലെ നിങ്ങളിരിക്കുമ്പോൾ കോർട്ടിസോൾ പോലുള്ള ഡിപ്രസിങ് ഹോർമോൺസ് നിങ്ങളിൽ കൂടിക്കൂടി വരും. അതുകൊണ്ട് എക്സർസൈസ് മുടക്കരുത്. ടേക്ക് പ്രോപ്പർ ഫുഡ്. ഈ ഡിപ്രഷൻ്റെ കാലത്ത് 2 തരത്തിൽ സംഭവിക്കും. ഒന്നുകിൽ അമിതമായി ഭക്ഷിക്കും, അത് ആപത്താണ്. അല്ലെങ്കിൽ ഭക്ഷിക്കാതിരിക്കും, രണ്ടും ആപത്ത് സൃഷ്ടിക്കും. ടേക്ക് പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ് വെൻ യു ആർ ഡിപ്രസ്ഡ്. ടേക്ക് എ ബാത്ത്. നിങ്ങൾ പറയും, ഇതെന്തൊരു കാര്യമാണ് ഈ പറയുക? കുളിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിർമ്മല നിശ്ചല തടാകത്തിലെ വെള്ളം വന്ന് വീഴുന്ന ഒരനുഭവമാണ്. നിങ്ങൾക്കൊരു സ്നാനം ഉണ്ടാകുന്നുണ്ട്. ആ സ്നാനം ശരീരത്തിന് മാത്രമല്ല, മൊത്തം നിങ്ങളുടെ മനസ്സിനും കുളിർമയേകുന്ന, നിങ്ങളെ പുതുജീവിതത്തിലേക്ക് നയിക്കുന്ന സ്നാനമായി മാറും. ഈ ഡിപ്രഷൻ വല്ലാതെ ആക്രമിക്കപ്പെടുമ്പോൾ പലർക്കും കുളിക്കാൻ പോലും തോന്നില്ല, മുഷിഞ്ഞ വസ്ത്രം മാറാൻ തോന്നില്ല. ഇത് തോന്നാത്തത് വീണ്ടും തോന്നിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഞാൻ ഡിപ്രസ്ഡാണ്, ഞാനീ ഒന്നും ചെയ്യില്ല എന്ന് പറയരുത്. അടുത്തതായിട്ട്, ടേക്ക് എ മ്യൂസിക് തെറാപ്പി. സുന്ദരമായ പാട്ടൊക്കെ ഒന്ന് കേട്ടിരിക്കുക. പാട്ടിന് ചിറക് നൽകാനുള്ളൊരു കഴിവുണ്ട്. ശാന്തമായ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ ഡിപ്രഷനിൽ കുടുങ്ങിക്കിടക്കുന്ന മനസ്സ് വിശാലമായ ലോകത്തിലേക്ക് പറന്നുയരുന്നു. ആ പറന്നുയരലാണ് നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യമാണ്. ടേക്ക് എ ലാഫ്റ്റർ തെറാപ്പി. അടുത്തതായിട്ട്, നിങ്ങൾ ചിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു ഇൻറ്റേർണൽ മസാജ് സംഭവിക്കുന്നുണ്ട്. ഇൻറ്റേർണൽ മസാജ് സംഭവിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ പോലുള്ള സുഗന്ധ ഫീലിംഗ് ഉണ്ടാക്കുന്ന ഹോർമോണുകൾ കൂടുതലായിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് ഡിപ്രഷൻ സമയത്ത് ഞാനൊരു കോമഡി സിനിമ പോലും കാണില്ല, ചിരിക്കാനും ചിരിപ്പിക്കാനും സമയം കണ്ടെത്തില്ല എന്നാണ് നിങ്ങളുടെ ഇറാഷണൽ മൈൻഡ് പറയുക. അതിനെ തോൽപ്പിക്കണം. നിങ്ങൾ ചിരിക്കണം. വെറുതെ ആർട്ടിഫിഷ്യലായിട്ട് ചിരിച്ചാൽ പോലും ആ ചിരി പോലും നിങ്ങളുടെ മനസ്സിൻ്റെ ഭാവങ്ങളെ മാറ്റും. ടേക്ക് പ്രെയർ ആസ് എ മെഡിസിൻ.
ഈ വല്ലാതെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സൊന്ന് വിശാലമാക്കാനായിട്ട് പ്രയർ നിങ്ങളെ നിസ്സാരമായിട്ടല്ല സഹായിക്കുന്നത്. മെഡിറ്റേഷനൊക്കെ നടത്തുമ്പോൾ അകത്തേക്ക് ഏതൊക്കെയോ സ്വച്ഛ ശീതള ആത്മീയ ചൈതന്യം പ്രവഹിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് when you are highly depressed, find a time to pray and to meditate and to relax. Next, take an attitude of gratitude. അതായത് വല്ലാതെ ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനോടും നെഗറ്റീവ് ഫീലിംഗ് ആണ്. ജീവിതത്തോട് നെഗറ്റിവിറ്റി, മനുഷ്യരോട് നെഗറ്റിവിറ്റി, നമ്മളോട് തന്നെ നെഗറ്റിവിറ്റി. ആ സമയത്ത് ജീവിതം നൽകിയിരിക്കുന്ന ദാനങ്ങളെ ഒന്ന് എണ്ണി നോക്കുക. അപ്പോൾ നിങ്ങൾ എന്നോട് പറയും, ഹൈലി ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ ഇതിനൊക്കെ എവിടെയാണ് സമയം? പറ്റും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, പറ്റില്ല എന്ന് പറയുന്നതാണ് ഡിപ്രഷൻ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് സാധിക്കും. ഒന്ന് കണ്ണടച്ച് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള നന്മകളെ എണ്ണി നോക്കുക. ആദ്യം ബുദ്ധിമുട്ട് വരും, കാരണം മനസ്സ് ഡൈവേർട്ടായി പോകും. പക്ഷെ പതുക്കെ പതുക്കെ അകത്തൊരു പുഴയൊഴുക്ക് ആരംഭിക്കും, ഒരു മഴപ്പെയ്ത്ത് ആരംഭിക്കും. നിങ്ങൾ ഓർമ്മകളിൽ, നന്ദി നിറഞ്ഞ ഓർമ്മകളിൽ നിങ്ങളെ തന്നെ വീണ്ടെടുക്കും. ഇങ്ങനെ നമുക്ക് നമ്മെ തന്നെ വീണ്ടെടുക്കാം. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കും. അവസാനമായിട്ട് സഹോദര വിശ്വാസം, മറ്റുള്ളവരൊന്ന് വിശ്വസിക്കുക. ഡിപ്രഷൻ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഏറ്റവും അടുത്ത് നിൽക്കുന്നവനോട് പോലും വെറുപ്പ് തോന്നും. എല്ലാവരും നമുക്കെതിരാണെന്നുള്ളൊരു ചിന്ത വരും. അത് ഇറാഷണൽ മൈൻഡ് കാട്ടിത്തരുന്ന വ്യക്തതയില്ലാത്ത ഒരു ഭൂപടമാണ്. അത് ശരിയല്ലാത്തൊരു ഭൂപടമാണ്. ആ ഭൂപടത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തിച്ചേരില്ല. അതുകൊണ്ട് ഡിപ്രസ്ഡ് സമയത്ത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചു നോക്കുക. ഒരു ലവിങ് കോൺവെർസേഷൻ സമയം കണ്ടെത്തുക. ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുക. യു ഡോണ്ട് ഫീൽ ലൈക്ക് ടേക്കിംഗ് എ ഫോൺ കോൾ, ടേക്ക് എ ഫോൺ കോൾ ആൻഡ് അറ്റൻഡ് എ ഫോൺ കോൾ. ഒരു വ്യക്തിയെ വിളിക്കാൻ സമയം കണ്ടെത്തുക. ഒഴിഞ്ഞു മാറി ചടഞ്ഞുകൂടി നിങ്ങളുടെ ഇരുട്ടുമുറിയിൽ ഇരിക്കുന്നതിന് പകരം ആരോടും കേൾക്ക് സംസാരിക്കുക. കൂട്ടുകാരോട് സംസാരിക്കാൻ തോന്നില്ല, നാട്ടുകാരോട് സംസാരിക്കാൻ തോന്നില്ല, പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ തോന്നില്ല, തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ പോലും കൈതൊടാത്ത അവസ്ഥയാണ്. ആ അവസ്ഥ മാറ്റണം. വിക്ടർ ഫ്രാങ്കിൾ നാസി തടങ്കൽ പാളയത്തിലെ ക്രൂരതകളെ ലോകത്തെ അറിയിച്ച വ്യക്തിയാണ്. അദ്ദേഹം എഴുതുന്നൊരു കാര്യമുണ്ട്. അവിടെ കുറേ യഹൂദ റബ്ബിമാരുണ്ടായിരുന്നു. അദ്ദേഹം അവരെക്കുറിച്ച് പറയുക, സ്വർഗവുമായി ഉടമ്പടി സ്ഥാപിച്ചിരുന്ന വിശുദ്ധരെന്നാണ്. ഈ മനുഷ്യരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ആത്മീയമായ ആഴവും മറ്റുള്ളവരോടുള്ള നിറഞ്ഞ സ്നേഹവും ഉള്ളതുകൊണ്ട് സ്വയം മറന്ന് അവർ ഓടി നടന്ന് മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ജീവനേകി മാത്രമല്ല, അവരുടെ ജീവനും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. രക്ഷപ്പെട്ടവരിൽ വളരെ വലിയൊരു പങ്ക് ആളുകളും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരായിരുന്നുവെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കാൾ വലിയൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളെക്കാളും വലിയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതായത് നിങ്ങളിൽ കുടുങ്ങി, നിങ്ങളിൽ ഒടുങ്ങാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ ഡിപ്രഷൻ പതുക്കെ പതുക്കെ പടിയിറങ്ങിപ്പോകും. അതോടൊപ്പം തന്നെ വലിയൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ചിന്തയും നിങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. പഴയ കവിതയിൽ പറയുന്ന പോലെ, പ്രശ്നമേ നീ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ നീ എത്ര വലുതാണെങ്കിലും നിന്നേക്കാൾ വലിയൊരു ദൈവം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും, നിന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇരുട്ട് കാലത്താണോ നിങ്ങൾ? ഇരുട്ടും കടന്നു പോവും, വെട്ടം വരും. ഡാർക്കസ്റ്റ് നൈറ്റിന് ശേഷമാണ് ബ്രൈറ്റസ്റ്റ് ഡേ വരുന്നത്. ആ ഡേ നിങ്ങളുടെ വാതിൽക്കൽ വന്ന് മുട്ടി നിൽക്കുന്നുണ്ട്. വാതിലൊന്ന് തുറക്കൻ്റെ ചങ്ങാതി. നല്ല യാത്ര നേരുന്നു.